ഗംഗയുടെ തീരത്തു നിന്നും വരണയുടെയും അസൂയുടെയും മധ്യത്തിലേക്ക് കാഷായന്മാരുടെ ഭൂമി, വേദ പണ്ഡിതന്മാരുടെ ഭൂമി വാരാണസി നിഗ്നപാദങ്ങളാൽ സ്പർശിച്ചറിയുന്നു. തണുപ്പ് ഒരാവരണമാകുന്നു. മുന്നോട്ട് നടക്കെ പൗരാണിക സത്യങ്ങളുടെ വെളിപാട്. ഋതുക്കൾ പുറകോട്ട് സഞ്ചരിച്ചു. അവിടെ മന്ത്രങ്ങളിൽ മയങ്ങുന്ന ഗംഗാതീരം ഒരു ലഹരിയായി ശരീരം മുഴുവൻ പടരുന്നു. മുക്തിയുടെ എളുപ്പമാർഗം തീർത്ഥഘട്ടം മാടി വിളിക്കുന്നു. സ്നാനം ചെയ്യുക. മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. കപിലവസ്തുവിൻ്റെ പുത്രൻ പുനർജനിക്കുന്നു. ഒരു ബോധോദയമായി, ഒരറിവായി, അറിവിൽ നിന്നും പുനർജന്മമായി, ഋതുക്കൾക്കിടയിൽ സ്വയം നഷ്ടമായി. വീണ്ടും മുന്നോട്ട്. അവിടെ വെറും ശൂന്യത, തളം കെട്ടിയ നിശബ്ദത. ജന്മങ്ങൾക്കിടയിൽ കനമില്ലാതെ ഋതുക്കളിലൂടെ കപിലവസ്തുവിൻ്റെ പുത്രൻ ബോധോദയം തേടി സംസാരിക്കുന്നു. അതും മായുന്നു, മറയുന്നു. അടി തെറ്റി കാലിടറുന്നു. പിന്നെ താഴേക്ക് താഴേക്ക് തണുത്ത ഗംഗാജലത്തിലേക്ക്. സാരാനാഥ്, വാരാണസിയുടെ നാഥ, സ്വസ്തി സ്വസ്തി.